ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മൂവാറ്റുപുഴയിലേക്കുള്ള ഈ കടന്നുവരവിനെ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഞാൻ അറിയിക്കുകയാണ്. കേരളത്തിലെ വളരെ സങ്കീർണമായ ഒരു സംസ്ഥാനമാണ് കേരളം. ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും എല്ലാവർക്കും ഏതാണ്ട് ശക്തമായ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ കേരളത്തെ ഇത്ര മനോഹരമായ ചിന്തകളുള്ള, മതേതരത്വത്തിൽ ഊന്നിയ നിലപാടുകളുള്ള ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും നടത്തുന്ന ശ്രമങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഞാനത് 100% മനസ്സിൽ തട്ടിപ്പറയുകയാണ്. മുസ്ലിം യൂത്ത് ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നിങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ, കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ നടത്തുന്ന പരിശ്രമങ്ങൾ ഈ സംസ്ഥാനത്തെ ഒരു മതേതര, എല്ലാ അർത്ഥത്തിലും ഒരു മതേതര സംസ്ഥാനമാക്കി നിലനിർത്തുന്നതിന് ഒട്ടേറെ സഹായകരമായി തീർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നിരവധി സാഹചര്യങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ സമചിത്തതയോടുകൂടി അന്തരിച്ചുപോയ ശിഹാബ്ദങ്ങളെ ഞങ്ങൾ ആദരപൂർവ്വം കേരള സമൂഹം ആരാധിക്കുകയാണ്. ഈ സമയത്ത് വളരെ ശക്തമായ നിലപാടുകൾ, പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ പോലും, നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്ന് കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായി ഏറ്റവും സമാധാനമുള്ള ഒരു പ്രദേശമാക്കി ആ കാലഘട്ടത്തിൽ പോലും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതര രാജ്യമാണ് നമ്മുടേത്. ലോകത്തിന് പോലും നമ്മൾ മാതൃകയാണ്. നമ്മുടെ ഭരണഘടന അതിന് പകരം വയ്ക്കാൻ ലോകത്ത് മറ്റൊരു ഭരണഘടനയുണ്ടോ എന്ന് സംശയമാണ്. 68 വർഷമായി ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 68 വർഷത്തെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ലോകത്ത് ഇത്രയധികം വൈവിധ്യങ്ങളും നിറഞ്ഞൊരു രാജ്യമില്ല. എങ്കിലും ഈ രാജ്യത്തെ സമാധാനത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ പാതയിലൂടെ നമുക്ക് നയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഓരോ സാമുദായിക സംഘടനകളും എല്ലാം അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജനതയുടെ ഈ രാജ്യത്തെ ഹൃദയത്തിലേക്ക് വന്ന ഈ ദേശസ്നേഹം, ഈ മതേതര ചിന്താഗതി, ഈ ചിന്താഗതിയുടെ കടക്കൽ കത്തിവെക്കുവാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരികയും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള സമാനതകളില്ലാത്ത രാജ്യത്തിൻ്റെ ദേശീയ നേതാക്കന്മാരെ പോലും പുതിയ തലമുറയുടെ മുൻപിൽ അപഹാസ്യരാക്കി മാറ്റുവാൻ വളരെ ബോധപൂർവമായ ശ്രമം ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അപകടകരമായ ഒരു സാഹചര്യമില്ല. മഹാത്മാഗാന്ധി, നമുക്കറിയാം, ഈ രാജ്യത്തിനൊരു ഒരു മതേതര ഭരണഘടന ഉണ്ടാകുവാൻ, ഒരു മതേതര ഭരണ സംവിധാനം ഈ രാജ്യത്തുണ്ടാകുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാനായി പോരാട്ടം നടത്തുകയും ചെയ്ത, അവസാനം മതഭ്രാന്തന്മാരുടെ തോക്കിന് ഇരയായി ജീവൻ ബലിയർപ്പിച്ച മഹാത്മാഗാന്ധിയെ ലോകം ആരാധിക്കുകയാണ്.
ആ മഹാത്മാഗാന്ധിയെ പോലും ഇകഴ്ത്തിക്കാട്ടാൻ, മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നഥുറാം ഗോഡ്സെയെ രാജ്യത്ത് അദ്ദേഹത്തിന് വേണ്ടി ക്ഷേത്രം പണിയാനും അതിൽ പ്രതിഷ്ഠിക്കാനും ദൈവതുല്യനാക്കി മാറ്റുവാനും വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ പിന്തുണയോടെ ശ്രമം നടക്കുമ്പോൾ തീർച്ചയായും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് നേരെ വളരെ ബോധപൂർവമായ ഒരു ശ്രമം ഈ മതേതരത്തെ തകർക്കാൻ നടക്കുന്നു എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ, അതിന് ഈ ഭരണകൂടം കൂട്ടുനിൽക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ നമ്മുടെ ഗവൺമെന്റ് ഔദ്യോഗികമായി നടത്തിയ പ്രസിദ്ധീകരണത്തിൽ നമ്മുടെ ഭരണഘടനയുടെ മുഖമുദ്രയായ ജനാധിപത്യം, അതുപോലെ മതേതരത്വം കാണാനില്ല. മതേതരത്വത്തെക്കുറിച്ചൊരു വാക്ക് പോലും പറയുന്നില്ല. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അതിൽ മതേതരത്വം എടുത്തു കളഞ്ഞിരിക്കുന്നു. പറയുന്നത് അതത്ര വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന്. സ്നേഹിതരെ, ഇന്നിപ്പോ നമ്മുടെ രാജ്യത്തൊരു സമാധാനം കാണുന്നുവെങ്കിൽ അതൊരു ശ്മശാനത്തിലുള്ളൊരു മൂഢതയാണ്. വരാൻ പോകുന്ന ഒരുപക്ഷെ വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമാണ്. അങ്ങനെ ഒരു കൊടുങ്കാറ്റിലേക്ക് നമ്മുടെ രാജ്യം പോകാൻ പാടില്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു നൂലിൽ കോർത്ത പുഷ്പം പോലെ കഴിഞ്ഞ 68 വർഷമായി മുന്നോട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഈ രാജ്യത്തെ ജനാധിപത്യ ശക്തികളുടെ നേതൃത്വത്തിൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഒക്കെ സഹായത്തോടുകൂടി ഈ രാജ്യത്തെ നമ്മൾ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ലോകത്ത് ജനസംഖ്യയുടെ രാജ്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ രാജ്യം ലോകത്തിന് മാതൃകയായി മുന്നോട്ട് പോവുകയാണ്. ആ രാജ്യത്തെ തകർക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഇതിനെ തമ്മിലടിപ്പിക്കാൻ, ഈ രാജ്യത്ത് അങ്ങനെ അധീശത്വം ഉറപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവക്കെതിരെ ഈ നാടിനെ, രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടാകണം, കൂട്ടായ ഒരു മുന്നേറ്റം ഉണ്ടാകണം. അതിന് നേതൃത്വം കൊടുക്കാൻ കേരളത്തിൽ ഏറ്റവും അതിശക്തമായ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ടിറങ്ങിയതിന് ഞാൻ പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. ഈ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഏറ്റവും ചലനാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ഈ കേരള മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളും നേരുന്നു. മൂവാറ്റുപുഴയിലേക്ക് എത്തിയ ഇതിൻ്റെ ഭാരവാഹികൾ ഓരോരുത്തരെയും സാധിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.